തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ ഇപ്പോൾ ചെന്നാൽ മനോഹരമായ ഒരു കാഴ്ച കാണാം. പെരുങ്കുളം താമ്രപർണി നദീതീരങ്ങളിൽ വാസമുറപ്പിച്ചിരിക്കുന്ന കുറച്ച് അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. വർഷം തോറും എത്തുന്ന അതിഥികളെ കണ്ണിലെണ്ണയൊഴിച്ച് സംരക്ഷിക്കാൻ നിറയെ പ്രകൃതി സ്നേഹികളുമുണ്ട് ഇവിടെ. സർക്കാരുകളും ഇവയുടെ സംരക്ഷണത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിഥി ദേവോ ഭവ എന്നതാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട്. കാടും മേടും കടലും കാട്ടാറുകളും താണ്ടി പതിവ് പോലെ അവരെത്തി. ഇനി കുറച്ചുനാൾ ഈ ചതുപ്പു നിലങ്ങൾ ഈ ദേശാടന കിളികളുടെ സ്വൈര്യവിഹാര കേന്ദ്രമാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇരകളും അനുകൂലമായ കാലാവസ്ഥയും ആസ്വദിച്ച് അവരങ്ങനെ പാറിപ്പറക്കും. നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ഇഷ്ടമാണ് ഈ പക്ഷികളെ. കർഷകരുടെയും കണ്ണിലുണ്ണി. ഒരുമിച്ച് വന്ന് കലപില ശബ്ദമുണ്ടാക്കി ചേറിൽ ഇരയെ പിടിച്ച് സന്ധ്യയാകുമ്പോൾ ഒരുമിച്ച് കൂടുകളിലേക്ക് മടക്കം. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. റോസി സ്റ്റാർലിംഗ് അഥവാ പാസ്റ്റർ റോസസ്, മലയാളത്തിൽ പേര് പന്തിക്കാളി. ഒറ്റനോട്ടത്തിൽ നാട്ടുമൈനയോട് സാദൃശ്യം തോന്നുന്ന ഇവയ്ക്ക് റോസ് മൈന എന്നും പേരുണ്ട്. തമിഴ്നാട്ടിൽ ഇവ ചോളം കുരുവികളാണ്. ഇളം പിങ്ക് കറുപ്പ് നിറങ്ങൾ, മൂർച്ചയുള്ള കൊക്കുകൾ. കിഴക്കൻ യൂറോപ്പും വടക്കു പടിഞ്ഞാറൻ ഏഷ്യയുമാണ് ഇവയുടെ സ്വദേശം. അവിടെ ശൈത്യം കടുക്കുമ്പോൾ റോസ് മൈനകൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് പറക്കാൻ തുടങ്ങും. ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച തെക്കോട്ട് കേരളം വരെയും അനുകൂലമായ പ്രദേശങ്ങളിൽ ചേക്കേറും. ഇവിടെ ചൂടുകാലം തുടങ്ങുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരിച്ചു പറക്കാൻ തുടങ്ങും. എങ്ങനെയാണ് ഇത്ര കൃത്യമായി പക്ഷികൾ ദിശ മനസ്സിലാക്കി പറക്കുന്നു എന്നത് ഒരത്ഭുതമായി അവശേഷിക്കുകയാണ് മനസ്സിൽ. ഭക്ഷണ ലഭ്യതയും കാലാവസ്ഥയുമാണ് ഇവയുടെ വരവിന്റെ പ്രധാന ലക്ഷ്യം. ചിലപ്പോൾ പ്രജനനകാലവും ഇവിടെയായിരിക്കും. തീരദേശങ്ങളിലെ തണ്ണീർത്തടങ്ങളാണ് ഇഷ്ടകേന്ദ്രം. തണ്ണീർത്തടവും കൃഷിഭൂമിയും കൂടി ചേരുമ്പോൾ ഈ ദേശാടന പക്ഷികൾക്ക് മികച്ച ആവാസ വ്യവസ്ഥ ഒരുങ്ങുന്നു. പ്രധാന ഇര വെട്ടുകിളികളും മറ്റു പ്രാണികളുമാണ്. വെട്ടുകിളികളെ ഭക്ഷിക്കുന്ന സ്റ്റാർലിങ്ങുകൾ കർഷകരുടെ കൃഷിഭൂമി സംരക്ഷിക്കുന്നു. തൂത്തുക്കുടിയിലെ ഉപ്പുപാടങ്ങളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ റോസ് മൈനകളുടെ കേന്ദ്രം. അടുത്തിടെ പെയ്ത കനത്ത മഴ ഉപ്പുപാടങ്ങളുടെ സ്വഭാവം ആകെ മാറ്റിമറിച്ചു. വെള്ളം കെട്ടിനിന്ന ഈ ഉപ്പുപാടങ്ങൾ ഇപ്പോൾ പ്രകൃതിദത്ത ജലാശയങ്ങളുടേതിന് സമാനമായി. ഇതോടെ നിരവധി പക്ഷികളുടെ കേന്ദ്രമായി മാറി ഈ പ്രദേശം. ചെറിയ മത്സ്യങ്ങളുടെയും പ്രാണികളുടെയും മറ്റ് ജലജീവികളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. ഇതോടെ ദേശാടന കിളികളും ഈ പ്രദേശം നോട്ടമിട്ടു.